ഹലോ ഗോയ്സ്. അപ്പോൾ ലാസ്റ്റ് വീക്കിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീക്കെൻഡ് മുതൽ നമ്മുടെ സുന്ദരി ചേച്ചിക്കുട്ടി വരുമെന്ന്. അപ്പോൾ നമ്മുടെ നായിക ഇവിടെ റെഡി ആയിട്ടിരിക്കുക. ഞാനും അമ്മയും ചേച്ചിയും കൂടി പുറത്തു പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. റെഡിയായിട്ടിങ്ങനെ റെഡിയായില്ല, ഇനിയും കുറച്ചും കൂടി ചെയ്യാനുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മുടെ അമ്മ അവിടെ കിടക്കുവാണ്. ഞങ്ങളിങ്ങനെ വന്നിട്ട് വീഡിയോ ഒക്കെ അമ്മ ഓഫീസിൽ പോയിട്ട് വന്നതുകൊണ്ട് അമ്മ റെഡിയായിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ടൊക്കെ റെഡിയായി. അത് വേറൊന്നും ഇല്ല, ഞങ്ങൾ ഏതാണ്ടൊക്കെ എല്ലാം റെഡിയായി. അപ്പോൾ ദച്ചു പോവാൻ റെഡിയായി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങ് തള്ളി മറിക്കുമായിരുന്നു കേട്ടോ. ഷൂസ് ഇടുന്നതേ ഉള്ളു. ദച്ചു അവൻ്റെ കൂടെ എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പം എൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. കൊള്ളാവോ ഗൈസ്? പക്ഷേ ഫ്ലൈറ്റ് വെച്ചിട്ട് എങ്ങനെയോ അതിൻ്റെ ഗ്ലാസ് പൊട്ടി. ഇനി അതിൻ്റെ ഗ്ലാസ് മാറ്റണം. ഗ്ലാസ് അതിനകത്ത് ഇടുന്നത് നല്ലതല്ല എന്ന് എനിക്കറിയാം, എന്നാലും മാറ്റണം അത്. ഞങ്ങളിങ്ങനെ പല സ്ഥലത്തൊക്കെ വെച്ചിട്ടുള്ള എടുത്തതാണ്. ദുബായി പോയപ്പോഴും നാട്ടിൽ വെച്ചുള്ളതും, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഖത്തറി വന്നപ്പോൾ ഉള്ളതും, പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഓണത്തിൻ്റെതും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എൻ്റെ ചേച്ചി പിന്നെ ഒരുങ്ങി റെഡി ആയിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് കുറേ സ്നാപ്പുകൾ എടുത്തിങ്ങനെ മറിച്ച് തള്ളുകയാണ്. ഓരോരുത്തർക്ക് അയക്കുന്നു, ഫോട്ടോസായി എടുക്കുന്നു. അതി അയ്യോ, എത്രയും ഭവ്യത വേണ്ട, കുറച്ചും കൂടെ. ഇവരുടെയൊക്കെ ഫാഷൻ്റെ സ്റ്റൈലിനനുസരിച്ചൊക്കെ നമ്മളും പിടിച്ച് നിൽക്കണ്ടായോ? അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണേ. ക്ഷമിച്ചേക്കണേ. ഞാൻ ഈ പൂക്കിയുടെ സ്റ്റൈല് കോപ്പി അടിച്ചിട്ടോ. ഇവളൊരു കുഞ്ഞി പൂക്കി, ഞാനൊരു വലിയ പൂക്കി. കുഞ്ഞി പൂക്കി എന്തോ അമ്മ വലിയ പൂക്കി. ഞാൻ മുടി അവളെ കെട്ടിയതുപോലെ തന്നെ ഞാനും അടിച്ചു മാറ്റി, അങ്ങനെ തന്നെ കെട്ടി. നല്ല തിരക്കാണേ. വ്യാഴാഴ്ചയല്ലേ, വ്യാഴാഴ്ച വൈകിട്ട് അതിൻ്റെ സിഗ്നലിൽ വീണ് കിടക്കുകയാണ് നമ്മൾ. അപ്പം നമ്മുടെ സിഗ്നൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ സിഗ്നൽ വന്ന് കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ മൂവ് ചെയ്യുമ്പോഴാണ് സൂപ്പർ. ദച്ചുവാണെങ്കിൽ ഒരു അരപ്പിരി എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ പോകുന്ന സന്തോഷമാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. അവൾ എന്നെയും കൂടെ അരപ്പിരിയാക്കി വെച്ചിട്ടുണ്ട്. വായം തുറന്നിരിക്കുക. അവന്തി, നമുക്കിതിങ്ങനെ പോകുന്നൊരു വീഡിയോ എടുക്കണം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. പോകുന്നില്ലല്ലോ ദൈവമേ, ഇത് 3 മിനിറ്റ് കഴിഞ്ഞില്ലയോ? 3 മിനിറ്റാണ് സിഗ്നലിൻ്റെ ടൈം, പക്ഷേ 3 മിനിറ്റ് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. മൂവ് ചെയ്യുമ്പോൾ സൂപ്പറായിരിക്കും ഇത്. ഇനി ഇതിങ്ങനെ പതുക്കെ മൂവ് ചെയ്യുന്ന വീഡിയോ എടുക്കണം. നല്ല ഭംഗിയായിരിക്കും. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ പറയും ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ ഭംഗിയെന്ന്. അപ്പുറത്തെ സൈഡിൽ സിഗ്നൽ വീണില്ല, അതുകൊണ്ട് ഇങ്ങനെ തുമ്മി തെറിച്ച് പോകുന്നതാണിരിക്കുന്നു. കൊള്ളത്തില്ല. നമ്മൾ വടകരയിലുള്ള പബ്ലിക് ബീച്ചിലാണ് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം ഭയങ്കര തണുപ്പ് ഉണ്ടാവുന്നേ. രണ്ടാൾക്കും ഭയങ്കര തണുപ്പ്, എനിക്കും ഭയങ്കര തണുപ്പാണ്. സംസാരിക്കാൻ ഭയങ്കര തണുപ്പ്. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ പകല് ഭയങ്കര ചൂടും വൈകിട്ടാകുമ്പോഴത്തേന് നല്ല കാറ്റാണ്. ബീച്ചിലും കൂടെ ആയതുകൊണ്ട് എന്തുവാ അയ്യന്റെ കാലിലെ തന്നെ പറ്റി നല്ല നീ മണ്ണ്. ഞാൻ വിചാരിച്ച് ഇവിടെ സ്ഥലത്തേക്കും ചവിട്ടി. അയ്യോ ദൈവമേ, ഞാൻ വിചാരിച്ച് അങ്ങനെ വിചാരിച്ചത്. സോറി ഗൈസ്, തെറ്റിദ്ധരിച്ചു. കടലടുത്തോട്ട് നടന്നു പോവാ. അപ്പം തണുപ്പിങ്ങനെ വീണ്ടും കൂടുന്നു. എനിക്ക് തണുക്കുന്നു. ദച്ചു പാവം, ദച്ചു ഒരു ഷോർട്ട് ഡ്രസ്സായിട്ടത്. അപ്പം അവളിങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. ഓടി അങ്ങ് നടന്നു പോയിട്ടുണ്ട് ഫ്രണ്ടിലോട്ട്. അതാ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്, ഭയങ്കര ഇരുട്ടാണ്. കുറേ ആൾക്കാരാണെങ്കിൽ വെള്ളത്തിലോട്ടാണ്. ഇരുട്ടത്ത് ഫോട്ടോയും വീഡിയോ എടുക്കുന്ന 2 മന്ദബുദ്ധികളെ കണ്ടിട്ടുണ്ട്. അതാണ്ട് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്, കടലിനെ ഫോക്കസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇരുട്ടത്ത് എന്ത് കാണുന്നോ എന്തോ എനിക്കൊന്നും അറിയത്തില്ല. കൊച്ചു പിള്ളേരുടെ കണക്ക് 2 കൂടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നോക്കി ഇവർക്ക് 2 പേർക്ക് എൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേന് എന്താണെന്ന് എനിക്കറിയത്തില്ല.
ഒരു രക്ഷയില്ല. എൻ്റെ 2 കുഞ്ഞുമക്കളെ പോലെ ഓട്ടമത്സരമൊക്കെ കളിക്കുന്നു. ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾ, ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ ഓട്ടമത്സരം കളിക്കുന്നു. കുഞ്ഞുപാവകൾ കണ്ട മക്കൾ, അതായത് എൻ്റെ കുഞ്ഞു പാവകൾ ഓടിക്കളിച്ചിട്ട് ഇവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഓടാൻ വയ്യെന്ന് കിതയ്ക്കുന്നെന്ന്. കുഞ്ഞുവാവേ വാവ കുണ്ണുവാവയുടെ കാല് വിളിക്കുന്നു. വേണ്ട, അടുത്ത കുണ്ണുവാവ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഡാൻസ് ചെയ്ത് തരണമെന്ന്. അപ്പം ഡാൻസ് ചെയ്യുന്ന എന്താ വക്ര ബീച്ചിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പം നമുക്ക് ഈ ഡാൻസ് പ്രതീക്ഷിക്കാം. ഷാറുഖ് ഖാൻ പഠിക്കുന്നത്, ഷാറുഖ് ഖാൻ. ടൻ ടൻ ടൈ കാറ്റത്ത് പറന്നു പോവരുത്. പ്രാക്ടീസിങ്, പാട്ടില്ല, നല്ല മൂഡിലായി നിൽക്കുകയാണ്. തെച്ച് ഭയങ്കര കംപ്ലീറ്റ് എനർജിയിലെത്തിയിട്ടുണ്ട്. കാലളിക്കുന്ന ചെന്ന വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഓരോരുത്തരും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്കെൻഡിൽ ഒന്നെങ്കിൽ ഫ്രൈഡേയോ അല്ലെങ്കിൽ ഒരു തേഴ്സ്ഡേ നൈറ്റോ ഇങ്ങനെ പുറത്തൊക്കെ പോകണം. എന്നാലേ ഒരു കംപ്ലീറ്റ്ലി നമുക്ക് ഈ വർക്കിൻ്റെ പ്രഷറിൽ നിന്നൊക്കെ ഒരു റിലാക്സ് കിട്ടിയിട്ട് പിന്നെ സൺഡേയിൽ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സാറ്റർഡേ ജോലി തുടങ്ങാറുണ്ട്. എനിക്ക് സൺഡേ ആണ്. അപ്പം വീണ്ടും ഒന്ന് റിഫ്രഷായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെയും ഭയങ്കര ഒരു മനസ്സിലും ഒക്കെ ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യും. എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകാറൊന്നുമില്ല കേട്ടോ. ഇവർ വന്നതുകൊണ്ട് ഞാൻ ഒന്ന് പോയി ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ. എന്താ അവിടാണ് എയർപോർട്ട്? അവിടെ അല്ല. ഇവിടെ ഒരു എയർപോർട്ടുണ്ട്. ഇവിടെ 2 എയർപോർട്ടുണ്ട്. ഇവിടെ എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഇവിടെ ഈ എൻ്റെ അടുത്തോട്ട് എപ്പോഴും ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചോദിക്കുകയാണ് ഇവിടെ അടുത്താണോ എയർപോർട്ടെന്ന്. ചേച്ചീനെ കൂടെ നിർത്തിക്കൊണ്ട് ദച്ചു ഇങ്ങനെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യുകയാണ്, ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഡാൻസിൻ്റെ സെക്ഷനൊക്കെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ദച്ചു ആണ് ഡാൻസ് കളിക്കാരി. കഴിഞ്ഞില്ലേ? പിന്നെ അവൾക്ക് അങ്ങ് ഡാൻസ് വരുവാണ്. ഞങ്ങളിവിടുന്ന് പോവുക. ഭയങ്കര തണുപ്പും പിന്നെ ഭയങ്കര ആൾക്കാരും കൂടി മീൻ പിടിക്കാനും ഗ്രില്ല് ചുട്ട് തിന്നാനും ഒക്കെ. അപ്പം ഞങ്ങൾക്ക് തണുക്കുന്നു. ഓൾറെഡി ഗ്രില്ലൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പോകാം. അപ്പോൾ നമുക്ക് വേറെ സ്ഥലമാണ്. ചേട്ടാ ഒരു പാനിപൂരി വേണമായിരുന്നേ. അപ്പം നമ്മുടെ പാനിപ്പൂരി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം. അവന്തിയുടെ ഫേവറേറ്റ് ആട്ടാ പാനിപ്പൂരി. അവന്തി ഇറങ്ങിയപ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നു, അമ്മ എനിക്ക് പാനിപ്പൂരി അടിക്കുന്നത്. ഞാൻ മേളിൽ കൂടെ ഒഴിക്കുന്ന താഴെ കൂടെ ചോന്നു പോന്നു. മീഡിയ ഒരു സൈഡിൽ കൂടെ. ഇത് എൻ്റെ ദഹിപ്പൂരിയാണ്. ഇത് ഇവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മാത്രം ഇപ്പം കഴിക്കും. ദച്ചു ഡാൻസൊക്കെ ചെയ്ത് വന്നിട്ട് ഭയങ്കര ക്ഷീണിച്ച് നല്ല കോലമായിട്ടുണ്ട്. ഇങ്ങോട്ട് ഒക്കെ ദച്ചു സൂപ്പറായിട്ടുണ്ട് കേട്ടാ. എന്തി പോയിട്ട് വന്നിട്ട് ഉറക്കത്തിൻ്റെ ഒരു ചെറിയ മൂടാപ്പില്ലാന്ന് തോന്നുന്നു. ഉറങ്ങാൻ കിടക്കാം നമുക്ക്. എന്താ സോ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. കറങ്ങിയിട്ടൊക്കെ വന്ന് ഇപ്പം 11:50 ക്ഷീണിച്ചു ഇല്ലേ, തണുത്തു, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സീ യു, ബൈ ബൈ. ഞങ്ങളുടെ എല്ലാ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തണം, എല്ലാം ചെയ്യണം. ഓക്കെ. അപ്പോൾ ബൈ. ബൈ.